Hello and welcome back to another video on daily use English sentences. പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ വീഡിയോയിൽ conversation between a nurse and a patient അതാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. So let's begin. രാവിലെ നഴ്സ് പേഷ്യന്റിനെ കാണുവാനായി റൂമിലേക്ക് വരുന്നതാണ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോ ആദ്യമായി നഴ്സ് പറയുകയാണ്, ഗുഡ് മോർണിംഗ് സർ, ഹൗ ആർ യു ഫീലിംഗ് നൗ? ഗുഡ് മോർണിംഗ് സർ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മാഡം, ഹൗ ആർ യു ഫീലിംഗ് നൗ? നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന മീനിങ് ആണ് ഇവിടെ. ഹൗ ആർ യു ഫീലിംഗ് നൗ? ഇപ്പൊ പേഷ്യന്റ് പറയാണ് തിരിച്ച്, ഗുഡ് മോർണിംഗ്, ഐ എം ഫീലിംഗ് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ഗുഡ് മോർണിംഗ്, ഐ എം ഫീലിംഗ് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. അതായത് യെസ്റ്റർഡേ, ഇന്നലെക്കാളും ഇന്ന് എനിക്ക് ബെറ്റർ ആണ്, അതായത് കുറച്ചും കൂടെ ഭേദമുണ്ട്. ഐ എം ഫീലിംഗ് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ഇപ്പൊ നേഴ്സ് വീണ്ടും പറയാണ്, ദാറ്റ്സ് റിയലി ഗുഡ് അല്ലെങ്കിൽ ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ഇത് നമ്മൾ പല രീതിയിലും പറയാം. ഓ ദാറ്റ്സ് ഗുഡ് അല്ലെങ്കിൽ ഓ ദാറ്റ്സ് വെരി നൈസ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ദാറ്റ്സ് റിയലി ഗുഡ്. അതിനുശേഷം നേഴ്സ് ചോദിക്കുകയാണ്, ഇന്നലെ നിങ്ങൾ സുഖമായി ഉറങ്ങിയോ? ഇന്നലെ നിങ്ങൾ സുഖമായി ഉറങ്ങിയോ? Did you sleep well last night? Did you sleep well last night? Sleep well, നല്ലവണ്ണം ഉറങ്ങിയോ? Last night. Last night പറഞ്ഞാൽ അവസാനത്തെ രാത്രിയല്ല. Last night പറഞ്ഞാൽ ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി എന്നതിനെ യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയരുത് എന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നലെ രാത്രി എന്നതിനെ ലാസ്റ്റ് നൈറ്റ് എന്നാണ് പറയുക. സോ ഡിഡ് യു സ്ലീപ് വെൽ ലാസ്റ്റ് നൈറ്റ്? ഇന്നലെ രാത്രി നിങ്ങൾ നല്ലവണ്ണം ഉറങ്ങിയോ? നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് പറയാം, യെസ് ഐ ഡിഡ്. യെസ് ഐ ഡിഡ് എന്ന് പറയാം. അതായത് യെസ് ഐ ഡിഡ് സ്ലീപ് വെൽ ലാസ്റ്റ് നൈറ്റ്. അപ്പൊ അങ്ങനെ നീണ്ട ഒരു സെന്റൻസിന് പകരം ഷോർട്ട് ആയിട്ട് അവർ ചോദിച്ചതിന് മറുപടി ആയിട്ട് തന്നെ യെസ് ഐ ഡിഡ്. അപ്പോ യെസ്, ഞാൻ ഉറങ്ങി. അപ്പൊ നേഴ്സ് വീണ്ടും പറയാണ്, ദാറ്റ്സ് ഗുഡ് ടു ഹിയർ. നേരത്തെ നമ്മൾ ദാറ്റ്സ് റിയലി ഗുഡ് അല്ലെങ്കിൽ ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു ചെറിയ വേരിയേഷൻ ആണ്. ദാറ്റ്സ് നൈസ് ടു ഹിയർ പറയാം, ദാറ്റ്സ് ഗുഡ് ടു ഹിയർ. അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നേഴ്സ് കൊടുക്കുന്നത്. ദാറ്റ്സ് ഗുഡ് ടു ഹിയർ. ഇനി ഈ ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ പേഷ്യന്റ് പറയാണ്, നോ ഐ ഡിഡ് നോട്ട്. അതായത് ഡിഡ് യു സ്ലീപ് വെൽ ലാസ്റ്റ് നൈറ്റ്? നോ ഐ ഡിഡ് നോട്ട്. അതായത് ഇല്ല, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പൊ നേഴ്സ് ചോദിക്കാണ്, വാട്ട് ഹാപ്പൻഡ്? എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ്? അപ്പൊ പേഷ്യന്റ് പറയാണ്, മൈ എൻറ്റയർ ബോഡി വാസ് പെയിനിങ് ആൻഡ് ഐ ഹാഡ് സിവിയർ headache. My entire body was paining. Pain എന്ന് പറഞ്ഞാൽ വേദന. ഓക്കെ, entire body, ദേഹം മുഴുവനും. അപ്പൊ എനിക്ക് ദേഹമാസകലം എനിക്ക് വേദനയുണ്ടായിരുന്നു. ആൻഡ് അത് കൂടാതെ ഐ ഹാഡ് സിവിയർ ഹെഡേക്ക്, ഭയങ്കരമായിട്ടുള്ള ഹെഡേക്ക് ഉണ്ടായിരുന്നു, തലവേദന ഉണ്ടായിരുന്നു. ഉറങ്ങാൻ സാധിക്കാത്തതിന്റെ കാരണമായി പേഷ്യന്റ് വീണ്ടും പറയാണ്, എനിക്ക് ഭയങ്കര തലവേദനയും ഛർദിയും ഉണ്ടായിരുന്നു. ഐ ഹാഡ് സിവിയർ ഹെഡേക്ക് ആൻഡ് വൊമിറ്റഡ് 3 to 4 times. I had severe headache and vomited 3 to 4 times. Vomit അല്ലെങ്കിൽ vomited എന്ന് പറഞ്ഞാൽ ഛർദിക്കുക. അപ്പോൾ 3-4 തവണ ഞാൻ ഛർദിച്ചു. അതുകൂടാതെ എനിക്ക് സിവിയർ ആയിട്ടുള്ള തലവേദനയും ഉണ്ടായിരുന്നു. അപ്പൊ നേഴ്സ് ചോദിക്കുകയാണ്, why didn't you call me? Why didn't you call me? എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? എന്നെ വിളിക്കണമായിരുന്നു. എന്നെ വിളിക്കണമായിരുന്നു. യു ഷുഡ് ഹവ് കോൾഡ് മീ. നേഴ്സ് പറയാണ്, യു ഷുഡ് ഹവ് കോൾഡ് മീ. എന്നെ വിളിക്കണമായിരുന്നു. ഇതിനെ വേറെ വിധത്തിൽ പറയണമെങ്കിൽ എന്നെ വിളിക്കാമായിരുന്നു. എന്നെ വിളിക്കാമായിരുന്നു അല്ലെങ്കിൽ എന്നെ വിളിക്കാമായിരുന്നില്ലേ? എന്നെ വിളിക്കാമായിരുന്നില്ലേ? യു കുഡ് ഹവ് കോൾഡ് മീ. യു കുഡ് ഹാവ് കോൾഡ് മീ. നേരത്തെ നമ്മൾ പറഞ്ഞത് യു ഷുഡ് ഹാവ് കോൾഡ് മീ, അതായത് നിർബന്ധമായും നിങ്ങൾ എന്നെ വിളിക്കണമായിരുന്നു എന്ന ഒരു അർത്ഥത്തിലാണ് നമ്മൾ യു ഷുഡ് ഹാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ യു കുഡ് ഹാവ് കോൾഡ് മീ എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കാമായിരുന്നു, അതായത് ഞാൻ അവൈലബിൾ ആണ്. യു കുഡ് ഹാവ് കോൾഡ് മീ. അതിനുശേഷം നേഴ്സ് പറയാണ്, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ വിളിക്കണം. യു പ്ലീസ് കോൾ മീ ഇഫ് യു നീഡ് എനിത്തിങ്. Please call me if you need anything. If you need anything, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് എന്നെ വിളിക്കൂ. പ്ലീസ് കോൾ മീ. പിന്നീട് നേഴ്സ് ചോദിക്കുകയാണ്, ഹൗ മെനി ടൈംസ് ഡിഡ് യു വൊമിറ്റ്? ഹൗ മെനി ടൈംസ് ഡിഡ് യു വൊമിറ്റ്? ഹൗ മെനി ടൈംസ് എന്ന് പറഞ്ഞാൽ എത്ര തവണ, എത്ര പ്രാവശ്യം.
ഡിഡ് യു വോമിറ്റ്? നിങ്ങൾ എത്ര പ്രാവശ്യം ഛർദ്ദിച്ചു? അപ്പോൾ പേഷ്യന്റ് പറയാണ് 3-4 പ്രാവശ്യം, അതായത് about 3 to 4 times. about 3 to 4 times, ഏതാണ്ട് 3-4 പ്രാവശ്യം ഞാൻ വൊമിറ്റ് ചെയ്തു എന്നാണ് പേഷ്യന്റ് പറയുന്നത്. അപ്പൊ നേഴ്സ് പറയാണ്, ആർ യു അലർജിക് ടു എനി ഫുഡ്? ആർ യു അലർജിക് ടു എനി ഫുഡ്? നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണത്തിനോട് നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്നാണ് ഈ ചോദ്യം. ആർ യു അലർജിക് ടു എനി ഫുഡ്? ഇവിടെ ശ്രദ്ധിക്കണം, ഫുഡാണ്, അല്ലാണ്ട് അലർജിക് ടു എനി ഫുഡ് അല്ല, ഫുഡ്. എനിക്ക് അലർജികളൊന്നും ഇല്ല എന്നാണ് പേഷ്യന്റ് പറയുന്നത്. നോ, ഐ ഡോണ്ട് ഹാവ് എനി അലർജീസ്. ആർ യു അലർജിക് ടു എനി ഫുഡ് എന്ന ചോദ്യത്തിന് പേഷ്യന്റിന്റെ മറുപടി, നോ, ഐ ഡോണ്ട് ഹാവ് എനി അലർജീസ്. എനിക്ക് വെള്ളം പോലും കുടിക്കാൻ സാധിച്ചിരുന്നില്ല, അതായത് ഈ ഛർദി കാരണം എനിക്ക് വെള്ളം പോലും കുടിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് പേഷ്യന്റ് പറയുന്നത്. ഐ കുഡന്റ് ഈവൻ ഡ്രിങ്ക് വാട്ടർ. ഐ കുഡന്റ് ഈവൻ ഡ്രിങ്ക് വാട്ടർ, അതായത് എനിക്ക് വെള്ളം കുടിക്കാൻ പോലും പറ്റിയില്ല. ഐ കുഡന്റ് ഈവൻ ഡ്രിങ്ക് വാട്ടർ. ഇതിനെ തന്നെ ഐ വാസന്റ് ഏബിൾ ടു ഡ്രിങ്ക് ഈവൻ വാട്ടർ. ഐ വാസന്റ് ഏബിൾ ടു ഡ്രിങ്ക് ഈവൻ വാട്ടർ. വെള്ളം പോലും എനിക്ക് കുടിക്കാൻ സാധിച്ചിരുന്നില്ല. ഐ വാസന്റ് ഏബിൾ ടു ഡ്രിങ്ക് ഈവൻ വാട്ടർ. വെള്ളം പോലും, ഈവൻ വാട്ടർ പറഞ്ഞാൽ വെള്ളം പോലും കുടിക്കാൻ പറ്റിയില്ല. അപ്പൊ നേഴ്സ് പറയാണ്, ഓക്കെ, ലെറ്റ് മീ ടേക്ക് എ ലുക്ക്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ലെറ്റ് മീ ടേക്ക് എ ലുക്ക്. പനിയുണ്ടോ എന്ന് നോക്കുവാനായി പേഷ്യന്റിന്റെ നെറ്റി തൊട്ടു നോക്കുകയാണ് നേഴ്സ്. ലെറ്റ് മീ ചെക്ക് യുവർ ഫോർഹെഡ്. ലെറ്റ് മീ ചെക്ക് യുവർ ഫോർഹെഡ്. നെറ്റി എന്നതിനെ ഫോർഹെഡ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ലെറ്റ് മീ ചെക്ക് യുവർ ഫോർഹെഡ്. അപ്പോൾ നെറ്റി തൊട്ട ശേഷം ചെറുതായി ഒരു ചൂടുണ്ട് എന്നാണ് നേഴ്സ് പറയുന്നത്. യു ഫീൽ എ ബിറ്റ് വാം. വാം എന്ന് പറഞ്ഞാൽ ചെറിയ ചൂട്, ഇളം ചൂട്. എ ബിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു അംശം, അതായത് വളരെ ചെറുതായ എന്നർത്ഥമാണ് ബിറ്റ് എന്ന വാക്കിന്. നല്ലവണ്ണം ചൂടുണ്ടെങ്കിൽ നമ്മൾ ഹോട്ട് എന്നാണ് പറയുക. ഇവിടെ ഇളം ചൂടായതുകൊണ്ട് വാം. ലെറ്റ് മീ ഗെറ്റ് എ തെർമോമീറ്റർ ടു ചെക്ക്. ലെറ്റ് മീ ഗെറ്റ് എ തെർമോമീറ്റർ ടു ചെക്ക്. പനി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു തെർമോമീറ്റർ എടുത്തുകൊണ്ട് വരാം എന്നാണ് നേഴ്സ് പറയുന്നത്. ലെറ്റ് മീ ഗെറ്റ് എ തെർമോമീറ്റർ ടു ചെക്ക്. റൂമിന്റെ പുറത്തേക്ക് പോകുമ്പോൾ അവർ പറയാണ്, ഐ വിൽ ബി റൈറ്റ് ബാക്ക് with the thermometer. I will be right back with the thermometer. ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം തെർമോമീറ്ററുമായിട്ട്. I will be right back with the thermometer. Right back എന്നതിന്റെ അർത്ഥം ഉടനെ തിരിച്ചു വരാം അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാം എന്ന മീനിങ് ആണ്. So I'll be right back. തെർമോമീറ്ററുമായി തിരിച്ചു വന്ന ശേഷം അത് പേഷ്യന്റിനോട് നാക്കിന്റെ അടിയിൽ വെക്കുവാനായാണ് നേഴ്സ് പറയുന്നത്. പ്ലീസ് പുട്ട് ദ തെർമോമീറ്റർ അണ്ടർ യുവർ ടങ്. പ്ലീസ് പുട്ട് ദ തെർമോമീറ്റർ അണ്ടർ യുവർ ടങ്. അണ്ടർ യുവർ ടങ്, നാവിന്റെ താഴത്ത് തെർമോമീറ്ററിനെ വെക്കൂ. പ്ലീസ് പുട്ട് ദ തെർമോമീറ്റർ അണ്ടർ യുവർ ടങ്. ടങ്, TONGUE, ടങ് എന്ന് വെച്ചാൽ നാവ്, നാക്ക്. നിങ്ങൾക്ക് ചെറുതായി പനിയുണ്ട് എന്നാണ് നേഴ്സ് പറയുന്നത്. യെസ്, യു ഹാവ് സ്ലൈറ്റ് ഫീവർ. യെസ്, യു ഹാവ് സ്ലൈറ്റ് ഫീവർ. സ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് അല്ലെങ്കിൽ ചെറുത്. അപ്പോൾ സ്ലൈറ്റ് ഫീവർ, ചെറുതായ പനി. ഫീവർ, പനി. യു ഹാവ് സ്ലൈറ്റ് ഫീവർ. ലെറ്റ് മീ ഓൾസോ ടേക്ക് യുവർ ബ്ലഡ് പ്രഷർ. ലെറ്റ് മീ ഓൾസോ ടേക്ക് യുവർ ബ്ലഡ് പ്രഷർ. നിങ്ങളുടെ ബ്ലഡ് പ്രഷറും കൂടി ഞാനൊന്ന് എടുത്തോട്ടെ. റീഡിംഗ് എല്ലാം എടുത്ത ശേഷം പേഷ്യന്റ് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എന്തുണ്ട്. വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? വാട്ട് ഡു യു തിങ്ക്? അപ്പോൾ നേഴ്സ് പറയാണ്, നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള പനിയുണ്ട്, പക്ഷെ ബ്ലഡ് പ്രഷർ നോർമൽ ആണ്. യു ഹാവ് മൈൽഡ് ഫീവർ ബട്ട് യുവർ ബ്ലഡ് പ്രഷർ ഇസ് നോർമൽ. യു ഹാവ് മൈൽഡ് ഫീവർ. ഇവിടെ നമ്മൾ മൈൽഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ യു ഹാവ് സ്ലൈറ്റ് ഫീവർ, ചെറിയ പനിയുണ്ട് എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ചെറിയ തോതിലുള്ള പനിയുണ്ട്. യു ഹാവ് മൈൽഡ് ഫീവർ. അപ്പൊ സ്ലൈറ്റ്, മൈൽഡ് രണ്ടിന്റെയും അർത്ഥം ഏതാണ്ട് ഒന്നാണ്. യു ഹാവ് മൈൽഡ് ഫീവർ ബട്ട് യുവർ ബ്ലഡ് പ്രഷർ ഇസ് നോർമൽ. പക്ഷെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോർമൽ ആണ്. ഡോക്ടർ 9:30-നും 10-നും ഇടയിൽ വരും. ദ ഡോക്ടർ വിൽ കം ബിറ്റ്വീൻ 9:30 and 10 AM. The doctor will come between
9:30 and 10 a.m. 9:30ക്കും 10 a.m. ഇടയിൽ ഡോക്ടർ വരുന്നതായിരിക്കും. ഡോക്ടർ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം അദ്ദേഹത്തെ അറിയിക്കാം എന്നാണ് നഴ്സ് പറയുന്നത്. I shall inform him about this when he is here. I shall inform him. ഞാൻ അദ്ദേഹത്തോട് ഇൻഫോം ചെയ്യാം അബൌട്ട് ദിസ്, ഇതിനെക്കുറിച്ച്. ഇതിനെ പറഞ്ഞാൽ അവരുടെ ഛർദി, പനി, തലവേദന എക്സെട്ര. വെൻ ഹി ഈസ് ഹിയർ, അയാൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇൻഫോം ചെയ്യാം. യു ഹാവ് ടു ഗോ ഫോർ എ ബ്ലഡ് ടെസ്റ്റ് അറ്റ് 8:30 a.m. യു ഹാവ് ടു ഗോ ഫോർ എ ബ്ലഡ് ടെസ്റ്റ് അറ്റ് 8:30 a.m. 8:30 നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റിന് പോകേണ്ടതുണ്ട്. യു ഹാവ് ടു ഗോ ബ്ലഡ് ടെസ്റ്റ് അറ്റ് 8:30 a.m. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. യു നീഡ് ടു ടേക്ക് എ ബ്ലഡ് ടെസ്റ്റ് അറ്റ് 8:30 a.m. ആദ്യത്തേൽ പറഞ്ഞത് യു ഹാവ് ടു ഗോ ഫോർ എ ബ്ലഡ് ടെസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഇതിൽ പറയുന്നത് യു നീഡ് ടു ടേക്ക് എ ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ ഗോ ഫോർ എ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ടേക്ക് എ ബ്ലഡ് ടെസ്റ്റ് അറ്റ് 8:30 a.m. ഇതിനെ വളരെ ചുരുക്കി ഇൻഫോർമൽ ആയിട്ട് പറയണമെങ്കിൽ യു ഹാവ് എ ബ്ലഡ് ടെസ്റ്റ് അറ്റ് 8:30 a.m. യു ഹാവ് എ ബ്ലഡ് ടെസ്റ്റ് അറ്റ് 8:30 a.m. അപ്പോൾ യു ഹാവ് ടു ഗോ ഫോർ എ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നതിന് പകരം യു ഹാവ് എ ബ്ലഡ് ടെസ്റ്റ് അറ്റ് 8:30 a.m. അങ്ങനെയും പറയാം. ഇത് പേഷ്യന്റ് ചോദിക്കുകയാണ്, എന്തിനാണ് ബ്ലഡ് ടെസ്റ്റ്? ബ്ലഡ് ടെസ്റ്റ് ഫോർ വാട്ട്? ചോദിക്കുന്ന രീതിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ബ്ലഡ് ടെസ്റ്റ് ഫോർ വാട്ട്, അതായത് ബ്ലഡ് ടെസ്റ്റോ എന്തിന്? ബ്ലഡ് ടെസ്റ്റ് ഫോർ വാട്ട്? ഇത് ഇൻഫോർമൽ കാഷ്വൽ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ്. ഇവിടെ നമ്മൾ ഗ്രാമർ നോക്കിയാൽ ചിലപ്പോൾ തെറ്റാണെന്ന് പറയേണ്ടി വരും. ഓക്കെ, പക്ഷെ നമ്മളിവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് കാഷ്വൽ സംഭാഷണങ്ങളാണ് പഠിക്കുന്നത്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ ചോദിക്കാം. ഈ ബ്ലഡ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? What is this blood test for? What is this blood test for? ഈ ബ്ലഡ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇതിനെ തന്നെ വീണ്ടും ഒരു വേരിയേഷൻ. ഫോർ വാട്ട് ഈസ് ദിസ് ബ്ലഡ് ടെസ്റ്റ്? ഫോർ വാട്ട് ഈസ് ദിസ് ബ്ലഡ് ടെസ്റ്റ്? അപ്പൊ ഇതിന് മുന്നേ നമ്മൾ ചോദിച്ചത് വാട്ട് ഈസ് ദിസ് ബ്ലഡ് ടെസ്റ്റ് ഫോർ? അവിടെ ഫോർ ലാസ്റ്റിലാണ് വരുന്നത്. ഈ വേരിയേഷനിൽ ഫോർ തുടക്കത്തിൽ വരുന്നു. ഫോർ വാട്ട് ഈസ് ദിസ് ബ്ലഡ് ടെസ്റ്റ്? രണ്ട് രീതിയിലും നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ ചോദിക്കാവുന്നതാണ്. ഇതിന് മറുപടിയായി നഴ്സ് പറയുന്നത് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലഡ് ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് ഈസ് ടു ചെക്ക് യുവർ ഹീമോഗ്ലോബിൻ ലെവൽ. ദിസ് ടെസ്റ്റ് ഈസ് ടു ചെക്ക് യുവർ ഹീമോഗ്ലോബിൻ ലെവൽ. നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ലെവൽ ചെക്ക് ചെയ്യുവാനായിട്ടുള്ളതാണ് ഈ ടെസ്റ്റ്. പിന്നീട് നഴ്സ് പറയുകയാണ്, ഈ ടെസ്റ്റ് വെറും വയറ്റിൽ എടുക്കണം, അതായത് മുൻപ് തന്നെ എടുക്കണം. The test has to be done on an empty stomach. The test has to be done on an empty stomach. On an empty stomach എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് പറഞ്ഞാൽ വയറ്. അപ്പോൾ എംപ്റ്റി സ്റ്റൊമക്ക്, ഭക്ഷണം കഴിക്കാതെ എംപ്റ്റി ആയിട്ടുള്ള സമയത്താണ് ദ ടെസ്റ്റ് ഹാസ് ടു ബി ഡൺ, ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിനെ തന്നെ യു ഹാവ് ടു ഡു ദ ടെസ്റ്റ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. യു ഹാവ് ടു ഡു ദ ടെസ്റ്റ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഡു ദ ടെസ്റ്റ്, ഈ ടെസ്റ്റ് ചെയ്യണം ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. യു ഹാവ് ടു ഡു ടെസ്റ്റ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ഡു ദ ടെസ്റ്റിന് പകരം ടേക്ക് ദ ടെസ്റ്റ് അങ്ങനെയും പറയാം. യു ഹാവ് ടു ടേക്ക് ദ ടെസ്റ്റ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിന് തന്നെ യുവർ ബ്ലഡ് ടെസ്റ്റ് ഹാസ് ടു ബി ടേക്കൺ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. യുവർ ബ്ലഡ് ടെസ്റ്റ് ഹാസ് ടു ബി ടേക്കൺ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ നമ്മൾ ടേക്കിന് പകരം ടേക്കൻ എന്ന തേർഡ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. യുവർ ബ്ലഡ് ടെസ്റ്റ് ഹാസ് ടു ബി ടേക്കൺ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഈ മൂന്ന് വേരിയേഷൻസും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.